ലത പലതും ആലോചിച്ചിരുന്നു. ഉറക്കം തൂങ്ങി. അവിടെ ഇരുന്നു ചരിഞ്ഞു മയങ്ങി. ഹോസ്പിറ്റലിൽ ബോധം തെളിഞ്ഞു. സജീവ് ഡോക്ടറോട് പറഞ്ഞു, "ഡോക്ടറെ, ഞാൻ വീണതല്ല." ഡോക്ടർ അത് കേട്ട് ഞെട്ടി. ലത അടിച്ചു. തലയിൽ മുറിവുണ്ടായത് അങ്ങനെയാണ്. അവളെ തൂക്കിക്കൊല്ലണം. അവൾ കൊലപാതകിയാണ്. ഭർത്താവായ എന്നെ തലയ്ക്ക് അടിച്ചവൾ വീട്ടുവേലയ്ക്ക് നിൽക്കുകയാണ്. അവൾ അവരെയും കൊല്ലും. അവരെ രക്ഷിക്കണം. അവളെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. അയാളുടെ ബോധം നശിച്ചു. അയാൾ മരിച്ചു. ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ വിവരറിയിച്ചു. പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. പെൺപോലീസും ആൺപോലീസും ഉണ്ടായിരുന്നു. അവരുടെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ട് റാംമോഹൻ ഉണർന്നു. സുമ പേടിച്ച് വിറച്ചു. ലത തലയിൽ പുതപ്പ് മൂടി മറഞ്ഞിരുന്നു. തുകിന വാതിൽ തുറന്നു. പോലീസ് അകത്ത് കയറി. "ലത എന്ന വേലക്കാരി ഇവിടെ ഉണ്ടോ?" "ഉണ്ടല്ലോ. സജി മരിച്ചു. ലത കൊന്ന മരണമൊഴി കേട്ടിട്ട് അവളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അയാൾ കുടിയനാണ്. വെറുതെ ലത ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതാവും. പാവമാണവൾ," തുകിന പറഞ്ഞു. "മരണമൊഴി കള്ളമാകില്ല. അവളെ കാണിച്ചതാ കൊച്ചേ." പെൺപോലീസ് അകത്ത് കയറി. സുമ ലതയെ വിളിച്ചു. ലതയെ കണ്ടില്ല. അവൾ ഓടിക്കാണും. കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി. മൂലയ്ക്ക് പുതച്ചിരുന്ന ലതയെ പെൺപോലീസ് കണ്ടുപിടിച്ചു. അവർ കയ്യിലിരുന്ന ലാത്തിയെടുത്ത് ഓങ്ങി അടിച്ചുകൊണ്ട് ചോദിച്ചു, "വിളിച്ചാൽ അനക്കമില്ലാതെ പുതച്ചിരിക്കാൻ നീ ആരാടി? ഒരിടത്തുമില്ലാത്ത കാര്യമാണല്ലോ. പോലീസ് വരുമ്പോൾ ഭർത്താവിനെ അടിച്ചു കൊന്നിട്ട് പുതച്ചിരിക്കുകയാണ് അല്ലടി അമ്പടി." അവർ ലതയുടെ കവിളത്ത് ആഞ്ഞടിച്ചു. സുമ പറഞ്ഞു, "അയ്യോ, അടിക്കല്ലേ." അത് കണ്ട് ലത പറഞ്ഞു, "ചേച്ചിയുടെ കണ്ണിൻ്റെ മുമ്പിലിട്ട് എന്നെ തല്ലല്ലേ. ഞാൻ ആരെയും കൊന്നിട്ടില്ല." "നീ കൊന്നിട്ടില്ല. നീ അടിച്ച് അപ്പം ചത്തു. അത്രേ ഉള്ളൂ. വാടി ഇവിടെ." ലതയെ അവർ വലിച്ചടിപ്പിച്ച് കൊണ്ട് ചോദിച്ചു, "കണ്ടാൽ പാവം. ബാക്കി അവിടെ ചെന്നിട്ട് തരാം. നിനക്കിനി അടിയെണ്ണാം." "അയ്യോ, എനിക്ക് ജയിലിൽ കിടക്കണ്ട. കൊല ചെയ്യുമ്പോൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം. എനിക്ക് പേടിയാണേ അമ്മമാരെ. എന്നെ വെറുതെ വിടണേ. എൻ്റെ കാല് ഒടിഞ്ഞു. അയാൾ എറിഞ്ഞു. എന്നെ വെറുതെ വിടണേ." ഒന്നും കേൾക്കാതെ വനിതാ പോലീസ് അവളെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. "ചേച്ചി, ചേച്ചി." അവൾ കരഞ്ഞുകൊണ്ട് ജീപ്പിൽ നിന്ന് വീണു. "അയ്യോ, അയ്യോ." ലതയുടെ കരച്ചിലുയർന്നു. മുറിയിൽ ലതയുടെ അലറിയുള്ള നിലവിളി കേട്ട് റാംമോഹൻ ഉണർന്നു. പകൽ മുഴുവൻ ഉറക്കമായിരുന്ന റാംമോഹൻ ലതയുടെ കരച്ചിൽ കേട്ട് സുമയെ ഉണർത്തി. തുകിന ഇതൊന്നും കേൾക്കാതെ ഗാഢനിദ്രയിലായിരുന്നു. ലതയുടെ മുറിയിലെത്തി സുമ കണ്ടത് കട്ടിലിൽ നിന്ന് വീണ് കിടക്കുന്ന ലതയെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ചേച്ചി, ഒരു സ്വപ്നം കണ്ടു. അത് ചേച്ചി കേൾക്കണം. എങ്കിലത് ഫലിക്കൂല." "അങ്ങനെ ആര് പറഞ്ഞു?" സുമ ചോദിച്ചു. "അങ്ങനെയാണ് എല്ലാവരും പറയണത്." "എങ്കിൽ നാളെ പറഞ്ഞാൽ പോരെ?" സുമ ചോദിച്ചു. "ചേച്ചി, നാളെ ആകുമ്പോൾ മറന്നുപോകും. ഇത്തിപ്പോരേ ഉള്ളൂ." "എങ്കിൽ പറ." സുമ കേൾക്കാനിരുന്നു. കേട്ട കഥ അതിഭീകരമായി സുമയ്ക്ക് തോന്നി. അവൾ പറഞ്ഞു, "ഇത് ആലോചിച്ച് നീ കണ്ട സ്വപ്നമാണ്. പേടിക്കാനില്ല. സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. ദൈവത്തിനെ വിചാരിച്ച് ഉറങ്ങാൻ നോക്ക് ലതേ." ഒരു കപ്പ് ഐസ് വാട്ടർ അവൾക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ട് സുമ പറഞ്ഞു. ലതയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആഴ്ചകൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സജിയെക്കുറിച്ച് ഓർത്തു. ഒരു കുപ്പി പട്ടച്ചാരായവും കൊണ്ടുവന്ന് ഷാപ്പിൽ കുടിച്ചതിന് പുറമെ വീട്ടിലും ഇരുന്ന് മദ്യപിക്കും. അടുത്തിരുന്ന് ഒരു വാക്കുപോലും അവളോടോ മക്കളോടോ സംസാരിക്കുമായിരുന്നില്ല. എന്തിനാണ് വരുന്നത് എന്ന് പോലും അവൾക്ക് തോന്നി. അയാൾക്ക് പല ഇഷ്ടക്കാരികളുണ്ടെന്നവൾ അറിഞ്ഞു. ആരോടും അത് പറയാതെ അവൾ കരഞ്ഞു. അമ്മ തൊഴിലുറപ്പിന് പോകുന്ന പൈസയിൽ വച്ചുണ്ടാക്കുന്നതിൽ നിന്നും ആഹാരം കഴിച്ചു. അതിൽ കുറ്റം പറഞ്ഞ് ചീത്തയും പറഞ്ഞ് കാലും പരത്തി അയാൾ ഉറങ്ങും. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കലിയാണ് അയാൾക്ക്. ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല, പിന്നെ എന്തിന് ഇവിടെ വന്നെന്നാലോചിച്ചിട്ടും അവൾക്ക് ഉത്തരം കിട്ടിയില്ല. ഓരോന്ന് ചിന്തിച്ചു തന്നെ നേരം പുലർന്നു. കാക്കകളും കിളികളും തീറ്റ തേടി പറന്നു. അവറ്റകളുടെ ചിറകടി ശബ്ദം തുറന്നിട്ട ജനാലയിലൂടെ ലത കേട്ടില്ല. സമയം 7 മണിയായിട്ടും ലത ഉറക്കമായിരുന്നു. സുമ പ്രാതൽ തയ്യാറാക്കി തുകിനയെ ഓഫീസിലയച്ചു. ഭർത്താവിന് പ്രാതലുമായി അവൾ മുറിയിൽ കയറി. റാംമോഹൻ ഉണർന്നു.